അസ്സലാമലൈക്കും. അപ്പൊ ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്നത് സൽമാന്റെ മുടിയൊക്കെ കട്ട് ചെയ്തു, അതുപോലെ താടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ ഇപ്പൊ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സൽമാന്റെ മുടിക്ക് സൽമാന് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. സൽമാൻ നിറച്ച് മുടിയും കാര്യങ്ങളും നല്ല അടിപൊളി സ്റ്റൈലായിട്ടുള്ള മുടിയൊക്കെ ഉള്ള ആളായിരുന്നു. ആ സൽമാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ മുടിയില്ല, ഈ ബാക്ക് സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറി എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാ നമ്മൾ ഇനി മുടി ബാർബർ ഷോപ്പിക്ക് പോണതും അവന്റെ തലമുടി കട്ട് ചെയ്യണതും സൽമാൻ ഭായിമാരോട് സംസാരിക്കുന്നതും ഭായിമാരോട് മുഴുകാൻ വെച്ച് പറയണതും ഷേവ് ചെയ്ത് തരാൻ പറയണതും അവിടെ പെണ്ണുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പെണ്ണെട്ടേണ്ട കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ളതൊക്കെ ഇനി വരും. ആദ്യം എടുത്ത വീഡിയോ അതാണ്. അപ്പോൾ ഇപ്പൊ ഈ വീഡിയോ മുമ്പിൽ വന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് സൽമാന്റെ മുടി മൊത്തം തലമൊന്ന് കൊഴിഞ്ഞു പോയത്, പിന്നീട് എന്തുകൊണ്ട് മുടി തിരിച്ചു വരുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു സംഭവം അത് ആദ്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൽമാൻ എന്താ വെച്ച് കഴിഞ്ഞാല് സൽമാന്റെ പഴയ ഫോട്ടോ കാണണമെങ്കിൽ ഇതാ ഇപ്പൊ ഞാൻ അതില് വെക്കാം. പണ്ട് സൽമാൻ ഇത്ര മുടി ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇങ്ങനെയുള്ള സൽമാൻ ഇപ്പോ ഈ ഒരു അവസ്ഥയ്ക്ക് മാറാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സൽമാന് കുളിക്കാന് മിനിമം ഒരു ഡ്രം വെള്ളം വേണം. പിന്നെ സോപ്പ് 150 ഗ്രാമിന്റെ സോപ്പ് ഉണ്ടെങ്കിൽ 3 ദിവസമേ നിൽക്കുള്ളൂ. കാരണം അത്രയും സോപ്പ് ഉപയോഗിക്കും. തലയിലാണെന്നുണ്ടെങ്കിലും ശരീരത്തിലൊക്കെ സോപ്പ് നല്ലോണം ഉപയോഗിക്കും. അവനക്കായിട്ട് സെപ്പറേറ്റ് സോപ്പ് അവനൊരു ഷെൽഫ് ഉണ്ട്, അതിൽ സോപ്പ് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അത് അവന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അവൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സോപ്പ് ഒരു 150 ഗ്രാമിന്റെ സോപ്പൊക്കെ 3 ദിവസം നിൽക്കുള്ളൂ. അത് അങ്ങനെ തേച്ച് പതപ്പിച്ച് അങ്ങനെ ഉപയോഗിക്കും ആള്. അങ്ങനെയാണ് ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ അവന്റെ ഒരു രോഗം. പിന്നെ ഇതിന് കുറെ ചികിത്സ ഒക്കെ നടത്തിക്കണു. ഇപ്പൊ വൈദ്യന്മാരെ കണ്ടുക്കണു, ഓരോ ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ തേച്ചു. പക്ഷെ പിന്നീട് തിരിച്ചു വരണില്ല വെച്ചാൽ പിന്നെ അവന്റെ രോഗത്തിന്റെ ഒരു അവസ്ഥ കാരണം കൂടി ആവുമെന്നാണ് പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. അപ്പൊ അതിന്റെ ഒരു അവസ്ഥ കൊണ്ടും കൂടെയാണ് പിന്നീട് ഹെയർ ഒന്നും വരുന്നില്ല. ഇപ്പൊ ഈ തലയുടെ ബാക്ക് സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ താടിയായിട്ടൊന്നും വരുന്നില്ല. ഇവിടെ കുറച്ച് രോമങ്ങൾ, മീശ കുറച്ച് രോമങ്ങൾ അങ്ങനെ മാത്രമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അത് മുമ്പ് നല്ല മുടി ഉണ്ടായിരുന്ന സൽമാൻ ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ആവാൻ കാരണം ഇതാണ്. ഈ സോപ്പ്, അമിതമായിട്ട് സോപ്പ് ഉപയോഗിക്കലും അതുപോലെ ഒരു ഡ്രമ്മ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, അതിങ്ങനെ പാർന്ന് കുളിക്കുക, അങ്ങനെയാണ്. അപ്പൊ അത്രയും പിന്നെ നമുക്ക് അവനോട് അങ്ങനെ സോപ്പ് ഉപയോഗിക്കണ്ട, അത് വന്നിട്ട് പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ ഓനെ പറയാനേ പറ്റുള്ളൂ. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യപ്പെട്ട് പിന്നെ ഇറങ്ങി പോവും, പിന്നെ മുണ്ടില്ല, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് മാറും. അപ്പൊ നമുക്ക് വല്ലാണ്ട് അവനെ നമുക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെയാണ് സൽമാന്റെ മുടി കൊഴിഞ്ഞു പോയത് എന്നുള്ളൊരു ഒരു സ്റ്റോറി. മുമ്പ് മുടി ഉണ്ടായിരുന്ന സൽമാൻ ഇപ്പൊ ഇങ്ങനെ ആയതിന്റെ ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ വീഡിയോ എടുക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങള് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ സെറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് എടുക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഈ വീഡിയോ ആണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൽമാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ ഭായിമാരോട് അവന്റെ മുടി ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, താടി ഇങ്ങനെ ശരിയാക്കണം, അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ അവിടെ രസകരമായ കുറെ തമാശകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നതാണ്. എന്താ സുഖാണേ? ഇത് അതെ, മുടി ഉണ്ടെങ്കിലല്ലേ വെട്ടുക. അപ്പൊ പെരുന്നാക്ക് എന്നെ കൊണ്ടുപോകോ? പോവാ അവിടെ മുടി വെട്ടാൻ വന്നിട്ടുണ്ട്. താടി എവിടെ? കൊച്ചിന്റെ ഇതോ 4 രോമോ അപ്പക്ക ഒച്ചക്ക ഉള്ളക്കല്ല. ശരിക്കും സൽമാനെ അന്നെ കാണുമ്പോ എനിക്ക് ബ്രിട്ടീഷ് ബുൾഡോഗിന് ഓർമ്മ വരികയാണ്. ഗുസ്തിക്കാരല്ലേ ഓനിക്ക് ഇതേമാതിരി തലയൊക്കെ മുടിയൊന്നുമില്ല, ഭയങ്കര ഗുസ്തിക്കാരൻ. ആ ലുക്ക് ശരിക്കും ആ ലുക്കാണ് കേട്ടോ എനിക്ക്. ഗുസ്തിക്കാരനാണ്. ഈ ജിമ്മല്ലേ
അടുത്തിരിക്കുന്ന ആൾക്കാർക്കുള്ള ദേഹോപദ്രവം പാടില്ല. അത് ചങ്ങാടാ എന്നൊക്കെ എന്താ ഫുഡ് ഇറച്ചും ചോറോ വേണ്ട മന്തിയൊക്കെ ആക്കാൻ പറയും മന്തി രസമല്ലെന്നോ കുടിയിലുണ്ടാക്കണോ ആരാണ് ഉണ്ടാക്കാറിന്റെ റസിക്കാക്കുവോ ആ ചെമ്മീനെ പിന്നെ ഞങ്ങളൊക്കെ വിളിക്കണുണ്ടോ ഞങ്ങളൊരു ശരിക്കും ഞങ്ങൾക്ക് ചെലവ് തരണം കുറ്റിക്കോട് കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾക്ക് ചെലവ് തരണം കാരണം ഇത് ഞങ്ങളെ പറ്റിയെന്നല്ല ഞങ്ങള് എന്റെ വീട്ടിലേക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല നമുക്കൊരു കല്യാണം കഴിച്ചാലോ തമാസല്ല ഞാൻ പോണോടത്തുനിന്ന് നോക്കേ കുട്ടി പോണോടത്തുനിന്ന് അന്വേഷിക്കേ ഇതല്ലേ ഒറീസയിലേക്ക് ഒരിക്കൽ പോണേ നമുക്ക് പുറത്തുനിന്ന് ആക്കാം ഈ സ്റ്റേറ്റിൽ നിന്ന് വേണ്ട എവിടുന്നേലും ആക്കാം भाई इसको है ना एक लड़की मांग दे ये अपना सलमान भाई को एक अच्छा पत्नी मांग दे बीवी मांग दे तुम ढूंढो तुम्हारे गांव में भी चलेगा ऐसा चिकना वाला लड़की मांग दे इसको यानी हिंदी അറിയില്ലേ സൽമാനെ അപ്പൊ അങ്ങനെയാണ് ജിൻക്ക് വേണ്ടി ദ്വാരക്കിട്ടോ സൽമാനെ ജിന്റെ പന്തപ്പണിക്കും കാറ്ററിങ്ങിനും വരണോ തമാസല്ല കാര്യത്തിലാണ് പൈസ പിന്നെ പൈസ തരാതെ ഡെയിലി 1000 രൂപ കൂലി തരാം പക്ഷെ ഉള്ളി വട്ടണ ഇറച്ചി ഇതാക്കണം അത് പറ്റില്ല അത് പറ്റില്ല തോന്നി നല്ല വർത്താനാണ് അപ്പൊ കല്യാണം ചായ നോലുമ്പോ അല്ലേടാ പൊട്ട നോലുമ്പോ ഇന്ന് നാളെയും കൂടി ഉണ്ട് ഇത് പെരുന്നാക്ക് ഇന്റെ കൂടി വരുന്ന മാമ ചോദിച്ചാല് എവിടെ സ്കൂളിലോ കുണ്ടറമ്പ് സ്കൂളിലോ ഇവിടെ കുറച്ച് ഇവിടെ നിന്ന് ഡ്രിം ചെയ്താൽ മതി ആകെ 4 രോമാള്ളൂ മീശമ്മി ഇത് ബാക്കില് മൊത്തം ഷേവ് ചെയ്ത ഏത് ഇത് ഇതാക്കിയിട്ട് ഇതിവിടെ 4 പുറം തേച്ചിട്ട് ഷേവ് ചെയ്യേണ്ട കാര്യം അറിയും ഓക്കെ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാൻ വയ്ക്കോ ഹിന്ദിയില് ബായ് ഇത് തമിഴാ ചങ്കുബായ് മസാജ് ചെയ്യുമ്പോ നല്ല സുഖണ്ടല്ലേ മോനെ അതങ്ങനെ മുണ്ടാതെ എന്ത് സുഖണ്ടോ പെണ്ണുണ്ടോന്ന് ആർക്കാ എനിക്കോ എനിക്ക് വേണ്ട അനക്ക് വേണോ അനക്കും വേണ്ടേ ഏതാ മോനെ ബുൾഗാനി
അത് ചെറിയ ഡ്രിമ്മർ വെക്കില്ലേ? ലുക്ക് എന്താ പറയുന്നത്? ഇതില്ലേ, ഇത് കുറച്ച് തേക്കുക. ഇത് വെറുതെ തേച്ചിട്ട് ആ ബ്ലേഡ് കൊണ്ടൊന്നും ഇങ്ങനെ എടുത്താൽ മതി. ഓൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അങ്ങനെ എടുത്തുക്കണം. അതാണ് ഇപ്രാവശ്യം എന്നെ വേണമെന്ന് പറയുന്നത്. ഇങ്ങനൊക്കെ തേക്കാൻ മാത്രം എന്ത് താടിയ താടിക്കാരൻ. കഴിഞ്ഞു കഴിഞ്ഞു.